രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, പാശ്ചാത്യ സംസ്കാരത്തെ പറ്റി ഉള്ള ഒരു സാറ് പറഞ്ഞു, അതിനുള്ള മറുപടി ഇവിടെ കിട്ടി. നമ്മുടെ ഭാരതീയ സംസ്കാരം എടുത്തു വെച്ച് നോക്കുവാണെങ്കിൽ എവിടെയാണ് സൗന്ദര്യത്തെ പറ്റി പ്രതിപാദിക്കാതെ പോയിട്ടുള്ളത്? അന്ന് തൊട്ട് ഇന്ന് വരെ നമുക്കറിയാം സത്യം ശിവസുന്ദരം. വെയിറ്റ്, ഞാൻ പറഞ്ഞു, സത്യം ശിവം സുന്ദരം എന്നാണല്ലോ. അവിടെ സുന്ദരത്തിനാണ് ഇമ്പോർട്ടൻസ് ഉള്ളത്, അല്ലെ? ഈക്വലി ഇമ്പോർട്ടൻസ് ആണ്, പക്ഷെ അവിടെ സുന്ദരം എന്ന് നമ്മൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ താങ്കൾ പറഞ്ഞു ഒരു സ്ത്രീ എന്ന് പറയുന്നത് അവരുടെ നഗ്നത അല്ലെങ്കിൽ അവരുടെ ബോഡി. ഒരു സ്ത്രീ എന്ന് പറയുന്നത് വെറും ബോഡി മാത്രമല്ല, അവൾക്ക് ചിന്തയുണ്ട്, അവളുടെ കഴിവുകളുണ്ട്, അവളുടെ കോൺഫിഡൻസ് ഉണ്ട്, സമൂഹത്തിനോടുള്ള അവളുടെ പ്രതിബദ്ധതയുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് അവൾ ആ ഒരു വേദിയിൽ അവതരിപ്പിക്കേണ്ടത്. പക്ഷെ നിങ്ങൾ പറയുന്നത് ഇവിടെ നിങ്ങൾ പറയുന്നുണ്ട് നമ്മൾ കേരളത്തിലുള്ള എവിടെയാണ് നിങ്ങൾ ഈ പറയണ നഗ്നതാ പ്രദർശനം നടത്തിയ കേരളത്തിലെ ഒരു ബ്യൂട്ടി പേജന്റ് നടന്നിട്ടുള്ളത്? ഈവൻ ഞാനൊരു ടീച്ചറാണ്. ഒരു പോയിന്റ്, ഞാനൊരു ടീച്ചർ ആയിരിക്കണ സമയത്താണ് ഞാൻ 2019 മിസ്സസ് കേരള ടൈറ്റിൽ വിന്നർ ആയത്. ഞാൻ ചോദിക്കട്ടെ, താങ്കളുടെ സ്കൂൾ, താങ്കൾ പഠിപ്പിക്കുന്ന സ്കൂളിൽ എല്ലാ വാർഷിക പരീക്ഷയും നടക്കുന്ന സമയത്ത്, പ്രാക്ടിക്കൽ പരീക്ഷ നടക്കുന്നിടത്ത് ഒരു സൗന്ദര്യ മത്സരങ്ങളോടെ നിങ്ങൾ നടത്താൻ ആ കുട്ടികളുടെ മാതാപിതാക്കളെ സമ്മതിക്കുമോ? മനസ്സുകളിൽ മാറിവെല്ലുണർത്തുന്ന മധുരവികാരമാണ് സ്നേഹം. പക്ഷെ മനുഷ്യ ശരീരത്തിന്റെ മാറ്റം കുറിക്കുന്ന ഒന്നാണ് ഏതൊരു മനുഷ്യന്റെയും ശരീരം. ചേട്ടൻ ആ ശരീരം ശരിയാക്കാം. അപ്പൊ ചേട്ടൻ ഫാഷൻ ഷോയ്ക്ക് കയറാൻ തോന്നും. ആദ്യം ചേട്ടൻ ആദ്യം ചെയ്യേണ്ടത് ചേട്ടന്റെ കുഴപ്പം പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യങ്ങൾ പറയുമ്പോ ഞാൻ വലിയൊരു സമൂഹത്തിന് വേണ്ടിയാണ് സംസാരിക്കുന്നത്, ചേട്ടന് വേണ്ടിയല്ല സംസാരിക്കുന്നത്. ഒരു 10-20 ബ്യൂട്ടി പേജന്റ് നടത്തുന്ന ആളാണ് ഞാൻ. 20 സൗന്ദര്യ മത്സരം. ഇദ്ദേഹം പറഞ്ഞ പോലെ ഒരു സൗന്ദര്യ മത്സരത്തിലും ഞങ്ങൾ ബിക്കിനിയോ അല്ലെങ്കിൽ ശരീരമോ, അത് പറയണം. നിങ്ങൾ അത് പറഞ്ഞാണ് മാർക്കറ്റ് ചെയ്യണത്.